ദൈവത്തിന് സ്തോത്രം. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായിട്ട് നമുക്ക് ദൈവത്തിന് അല്പനേരം ചെലവഴിക്കാനുള്ളൊരു ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്. വളരെ സമാധാനത്തോടും സന്തോഷത്തോടും ആശ്വാസത്തോടും കൂടിയാണ് ഈ വചനം പറയാൻ ഞാൻ നിൽക്കുന്നത്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, ഒരു ചെറിയ വാക്യമാണ്. യോഹന്നാൻ സ്നാപകൻ്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. എല്ലാവരും ബലാത്കാരേണ അതിൽ കടപ്പാൻ നോക്കുന്നു. സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എപ്രകാരമാണെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, സ്വർഗരാജ്യത്തിൽ കടക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്, അത്യാവശ്യമായി നേടിയെടുക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാളും നാഴികയും എപ്പോഴെന്ന് അറിയാത്തത് കൊണ്ട് ഈ കിട്ടുന്ന സമയം അത് നമ്മുടെ സ്വർഗരാജ്യത്ത് കടക്കാൻ വേണ്ടിയുള്ള ഒരുക്കമായിട്ട് മാറണം എന്നുള്ളതാണ് കർത്താവ് വ്യക്തം. അത് ബലാത്കാരികളാണ് അതിനെ പിടിച്ചടക്കുന്നത്. എല്ലാവർക്കും അത് കിട്ടുകയില്ല, എല്ലാവർക്കും അത് കിട്ടാൻ സാധ്യതയുമില്ല. കാരണം അതിന് വലിയ കോസ്റ്റ് കൊടുക്കണം, വലിയ വില കൊടുക്കേണ്ട ഒരു കാര്യമാണ് സ്വർഗരാജ്യത്ത് കടക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഈ ഭൂമി ജീവിക്കുന്ന കാലത്ത് നമ്മുടെ ഹൃദയം ജീവനുള്ള ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന ഒരു അനുഭവം. സ്വർഗരാജ്യത്തിൽ കടക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഭൂമി ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അത് ആരും അത്ര ഗൗനിക്കുന്നില്ല, അതിന് പ്രാധാന്യം കൊടുക്കുന്നുമില്ല. അതില്ലാതെ സ്വർഗത്തിൽ കടക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അവരവരെ കുറിച്ച് തന്നെ നല്ല മതിപ്പുണ്ട്, വലിയ പ്രകടമായ പാപമൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നത് കൊണ്ട് സ്വർഗത്തിൽ കടക്കുമെന്നുള്ളൊരു ഊഹമാണ്. അവിടെയാണ് കർത്താവായ യേശുക്രിസ്തു വന്നിട്ട് പറഞ്ഞത്, അങ്ങനെയല്ല. യഹൂദന്മാർ അവരുടെ ന്യായപ്രമാണം അനുസരിക്കുക എന്നുള്ളതിൽ വളരെ തീക്ഷ്ണതയുള്ളവരായിരുന്നു. അവർ ദേവാലയത്തോട് അടുത്താണ് ഇരുന്നത്, ന്യായപ്രമാണം വളരെ അച്ചട്ടായിട്ട് അനുസരിക്കുന്നവരാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു, അതിലൊന്നും ഒരു കാര്യവും ഇല്ല. അതിൻ്റെ അന്തസത്ത എന്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ വചനം തന്നതും ന്യായപ്രമാണം തന്നതും തെറ്റുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, അതിനോട് യാത്ര പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം വിശുദ്ധീകരിക്കാനാണ്. നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമായി മാറ്റാനാണ്. ജീവനുള്ള ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വസിക്കാനുള്ള ഒരുക്കത്തിനാണ് ന്യായപ്രമാണം തന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ബലാത്കാരികളാണ് സ്വർഗരാജ്യത്തെ പിടിച്ചടക്കുന്നത്. സ്വാഭാവികമായും ആർക്കത് കിട്ടുകയില്ല, എങ്ങനെയൊക്കെ ജീവിച്ചാലും അങ്ങനെ കിട്ടുകയില്ല. ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു, കർത്താവ് എന്താണ് പറഞ്ഞത്, ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കടക്കുന്നത് എങ്ങനെയാണ്, ആ വചനം മനസ്സിലാക്കി അനുസരിക്കുന്നവർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. അത് എല്ലാവർക്കും കിട്ടുകയില്ല, വളരെ ന്യൂനപക്ഷം പേര് മാത്രമാണ് കടക്കുന്നത്. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ആർക്കാണിത് കിട്ടുന്നത്, എന്താണ് ബലാത്കാരം ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ബലാത്കാരം ഒരു മനുഷ്യൻ്റെ പക്ഷത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മനുഷ്യൻ്റെ റോൾ എന്താണ് ഇതിനകത്ത്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഹൃദയം ദൈവത്തിനായിട്ട് വേർതിരിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വന്നിട്ട് നമ്മളെ കഴിവെടുപ്പാക്കാൻ പറ്റുകയുള്ളൂ. ഈ കഴിവെടുപ്പാക്കുന്ന കാര്യം നമുക്ക് സ്വതവേ ഒരിക്കലും ചെയ്യാൻ പറ്റുകയില്ല. കാരണം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം തരുന്ന പരിശുദ്ധാത്മാവാണ്. പാപം ഏതാണെന്ന് കാണിച്ചു തരുന്ന പരിശുദ്ധാത്മാവാണ്. ഇന്നത്തെ കാലം പ്രത്യേകം നോക്കിയാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ പാപം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അവർ ചെയ്യുന്ന എല്ലാം ശരിയാണ്, അവർക്ക് പാപമില്ല. സ്വർഗവും അങ്ങനെയൊന്നും ഇല്ല, നരകമോ ഇല്ല, പിശാച് അങ്ങനെയൊന്നും ഇല്ല. ഇന്നത്തെ ഒരു കാഴ്ചപ്പാടിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ കാഴ്ചപ്പാടാണ്, മക്കളെ അങ്ങനെയല്ല കാര്യം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. വചനത്തിന് യാതൊരു മാറ്റവുമില്ല. അന്നും ഇന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വചനം ഇന്നും അതുപോലെ തന്നെ, ഒരു വ്യത്യാസവുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കത് ആപ്ലിക്കബിൾ ആണോ, നിങ്ങൾക്കത് സ്വീകാര്യമാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഞാനിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വരണമെങ്കിൽ വലിയൊരു പ്രക്രിയ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നേ പറ്റുള്ളൂ. ഞാൻ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ വന്നേ പറ്റുള്ളൂ. നെല്ലും പതിരും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. പിശാചിൻ്റെ അവകാശം ഏതെല്ലാം കാര്യത്തിലാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരും. അതിനോട് യാത്ര പറയാൻ നിങ്ങൾ മനസ്സ് വെച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയത്തെ മാറ്റാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല.
പ്രിയപ്പെട്ടവർ, ഈ വലിയ മർമ്മം മനസ്സിലാക്കുന്നതിന് വലിയൊരു ഭാഗ്യമാണ്. ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും കൊണ്ട് ജീവിതത്തിൽ ക്രമീകരണം വരുത്താൻ വിട്ടുകൊടുക്കുക. സ്വയമേ മനുഷ്യന് സാധ്യമല്ല. അവൻ ലോകത്തിൻ്റെ പിന്നാലെ പോകുന്നവനാണ്. സുഖങ്ങൾ ആർജിക്കാൻ വേണ്ടി ഓടി നടക്കുന്നവനാണ്. അവൻ്റെ സുഖവും സന്തോഷവും പണവും സമ്പാദിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്ന കാലത്ത് ദൈവത്തിൻ്റെ വചനത്തിന് അവന് വലിയ പ്രസക്തിയൊന്നുമില്ല. എന്നാൽ ചുരുക്കം പേർക്ക് എന്ന് പറഞ്ഞാൽ ദൈവം മുന്നമേ കണ്ടവർക്ക്, എല്ലാവരുടെ മേലും ദൈവം വിളി വരുന്നുണ്ട്, എങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെടുന്ന കുറച്ച് പേരുണ്ട്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? നമുക്കറിയാം. ഒന്നാമത്തെ കാര്യം, ഒരു ദാഹമുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. സങ്കീർത്തനം 12:5 പറയും, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാനാക്കും. രക്ഷയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവൻ, രക്ഷയ്ക്ക് വേണ്ടി കൊതിക്കുന്നവൻ, എങ്ങനെയും എനിക്ക് പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. ദൈവം അനുശാസിക്കുന്ന പാപം എന്ന് പറയുന്ന കാര്യം എനിക്കും അങ്ങനെ തന്നെയാണ്. ആ പാപം എൻ്റെ ജീവിതത്തിൽ വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് പാപമില്ലാത്തൊരു ജീവിതം നയിക്കണം എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മോചനം പ്രാപിക്കണം. പിശാചാണ് അവൻ അറക്കുവാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വന്നവനാണ് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവൻ അറുത്ത് മുടിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ജീവിക്കുന്ന കാലത്ത് എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് സ്വർഗരാജ്യം എന്നേക്കുമായി നഷ്ടപ്പെടുത്തി അവന് ലഭിക്കാൻ പോകുന്ന ആ നരകത്തിയിലേക്ക് എന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ പരിപാടി. അതിൽ ഒട്ടുമിക്ക പേരും അതിനകത്ത് വിജയിക്കുന്നുണ്ട് താനും. അവർക്കത് മനസ്സിലാകുന്നില്ല. ആ ഒരു രീതിയിലാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാട്. അങ്ങനെയല്ല. പാപം നിസ്സാരമല്ല. പാപം എവിടെയുണ്ടോ അവിടെ പിശാചുണ്ട്. പിശാചിൻ്റെ കാര്യപരിയോടെ നടക്കുകയാണ്. അവിടെ നരകമുണ്ട്. അവിടെ ദൈവം കാണുകയില്ല. വെളിച്ചമുള്ളിടത്ത് ഇരുട്ട് കാണുകയില്ല, ഇരുട്ടുള്ളിടത്ത് വെളിച്ചവും കാണുകയില്ല. പ്രിയപ്പെട്ടവർ, ഈ ദാഹം രണ്ടാം നമുക്കറിയാം. 42-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ഹൃദയം നിന്നോട് ചേരാൻ കൊതിക്കുന്നു. ഒരു പാട്ടുണ്ടല്ലോ, നിന്നോടും ദൈവമേ ഞാൻ ചേരട്ടെ. എത്ര മനോഹരമായൊരു പാട്ടാണ്. ഒരു മനുഷ്യൻ തൻ്റെ സൃഷ്ടാവിൻ്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നു, സൃഷ്ടാവിനോട് ചേരാൻ കൊതിക്കുന്നു. എത്ര സുന്ദരമായൊരു കാര്യമാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ദൈവത്തോട് അടുക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കീഴിലാകാൻ കൊതിക്കുക, ദൈവത്തിൻ്റെ കരവലയത്തിലാകാൻ കൊതിക്കുക, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തോട് നാം യാത്ര പറഞ്ഞേ പറ്റുള്ളൂ. അതാ ദാഹമെന്ന് പറയുന്നത്. ഞാൻ ബഹുമാനിക്കുന്ന ഒരു ദൈവദാസനുണ്ട്. ഞാൻ അന്ന് മാനസാന്തരപ്പെടുന്ന കാലത്ത് വെറും ജഡികനാണ്. ലോകവും ജഡവും പിശാചും എല്ലാം ഉള്ളൊരു മനുഷ്യൻ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ജീവിക്കുന്ന കാലത്താണ് എനിക്കൊരു മാനസാന്തരം കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ജഡപ്രകൃതി മനസ്സിലാക്കിയിട്ട് എന്നോട് ആ ദേവദാസൻ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്. റോമർക്കെതിരെ ലേഖനം 8-ാം അധ്യായം സ്ഥിരം വായിക്കണം. ആത്മാവിൻ്റെ പ്രവൃത്തി അതിനകത്ത്. ആത്മാവ് എങ്ങനെയാണ് ഈ ജഡികനെ രൂപാന്തരപ്പെടുത്തുന്നുള്ളത് എനിക്ക് കാണാൻ അറിയാം. റോമർ 8. അന്നേരം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദാഹമുണ്ടോ രക്ഷപ്പെടും. അന്ന് എനിക്ക് മനസ്സിലായില്ല എന്ത് ദാഹം എന്ന് പറഞ്ഞാൽ. ദാഹം, ദൈവത്തിനായിട്ടുള്ള ദാഹം, നീതീകരണത്തിനായുള്ള ദാഹം, പിശാചിൻ്റെ പിടിയിൽ രക്ഷപ്പെടാനുള്ള ഒരു ദാഹം, ഈ ലോകത്തിൻ്റെ ആകർഷണ പരിധിയിൽ രക്ഷപ്പെടാനുള്ള ദാഹം, സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ളൊരു ദാഹം, യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാനുള്ളൊരു ദാഹം, യേശുവിൻ്റെ സാന്നിധ്യത്തിനായുള്ളൊരു ദാഹം, യേശുവിൻ്റെ കരവലയത്തിലാകാനുള്ളൊരു ദാഹം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിന് എന്തും വിട്ടുപിരിയാനുള്ളൊരു മനസ്സ്, അതാ ദാഹം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. കർത്താവ് പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 7:37 പറഞ്ഞു, ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ യേശു എന്നുകൊണ്ട് പറഞ്ഞ്, ദാഹിക്കുന്നവന് ഏവനും വന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പ്രകാരം ജീവജല നദികൾ ഒഴുകും. അവിടെയും ദാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ദാഹം ഉണ്ടെങ്കിലേ വിശ്വാസം വരികയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദാഹിക്കുന്നവനൊന്ന് കുടിക്കട്ടെ, എന്നാൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നാണ് ജീവജല നദികൾ ഒഴുകുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇത്രയും നാൾ ഈ ഭൂമിയിൽ ജീവിച്ചു. എന്നെക്കൊണ്ട് ആർക്കെന്ത് പ്രയോജനം? ഞാൻ മൂലം ആരെങ്കിലും യേശുവിനെ കണ്ടെത്തിയോ? ഞാൻ മൂലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം എന്നിൽ കൂടെ മറ്റുള്ളവർക്ക് വന്നുവോ? എൻ്റെ ഭാര്യ ഈ സമാധാനം ആസ്വദിക്കുന്നുണ്ടോ? അവൾ ചിലപ്പോൾ എതിർക്കുമായിരിക്കും, എൻ്റെ കാഴ്ചപ്പാട് യോജിക്കത്തില്ലായിരിക്കും. പക്ഷേ അവൾ അറിയാതെയാണേലും ഒരു സ്നേഹം വ്യാപരിക്കുന്നുണ്ടോ? ഒരു സമാധാനം വ്യാപരിക്കുന്നുണ്ടോ? എൻ്റെ മക്കൾ, അവർക്ക് പ്രായപൂർത്തിയായി, എങ്കിലും അവർക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ അപ്പനിൽ കൂടെ ഒരു ദൈവസ്നേഹം വ്യാപരിക്കുന്നുണ്ട്, ഈ അപ്പനൊരു ദൈവഭക്തനാണ്. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും
ഒരു സമാധാനവും സന്തോഷവും ആ അപ്പനിൽ വ്യാപരിക്കുന്നുണ്ട്. പറ്റുമോ? ജീവജല നദികൾ ഒഴുകുമോ? അതിന് പ്രത്യേകിച്ച് ഉപദേശമൊന്നും പറയേണ്ട കാര്യമില്ല. ഇതാണ് ദാഹം എന്ന് പറയുന്നത്. എനിക്കത് മനസ്സിലായി. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ, വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന മാന് ഒരു നീർത്തോട് കാണാൻ കൊതിക്കുന്നത് പോലെ, ജീവള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു മനുഷ്യൻ. എൻ്റെ ദൈവമേ, നീ എവിടെയാണ്? നീ എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയില്ലേ? നീ എന്തു പറഞ്ഞാൽ ഞാൻ അനുസരിച്ചു കൊള്ളാം. എനിക്ക് നീ മാത്രം മതി. എനിക്ക് ലോകം വേണ്ട, എനിക്ക് ജഡം വേണ്ട, എനിക്ക് പാപം വേണ്ട. നീ മാത്രം, നീ മാത്രം. നീ എനിക്ക് വേണ്ടി പടഞ്ഞു മരിച്ചവനാണ്. ഞാൻ അറിയാതെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നീ എന്നെ സ്നേഹിച്ചവനാണ്. നീ എന്നെ വിലവയ്ക്കായി കണ്ടതാണ്. നീ എൻ്റെ ബന്ധനമെല്ലാം അഴിച്ചവനാണ്. ഞാൻ ചോദിക്കാതെ ആവശ്യപ്പെടാതെ എൻ്റെ സകല പാപത്തിനും പരിഹാരം വരുത്തിയവനാണ്. എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. എൻ്റെ ജീവിതം ഞാൻ നിൻ്റെ മുമ്പിലേക്ക് തരികയാണ്. എത്ര പേർക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ ഭാഗ്യശാലികൾ എന്ന് പറയും. ഒന്ന് ദാഹം. രണ്ടാമത്തെ കാര്യമാണ് നിർബന്ധം. ദാഹവും നിർബന്ധവും ഏതാണ്ടൊക്കെ ഒരുപോലൊക്കെ തന്നെയായിരിക്കും. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ ഒരാൾ കർത്താവിനോട് ചോദിച്ചു, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, അനേകർ കടപ്പാൻ നോക്കും കഴിയില്ലെന്നാണ്. ലൂക്കോസ് സുവിശേഷം അത്രേ പറയുന്നുള്ളൂ. ഇടുക്കുവാതിലൂടെ കടക്കണം. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ്, ഇടുക്കുവാതിലെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാവുന്നു. എന്നാൽ ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതും വഴി ഞെരുക്കമുള്ളതും അതിൽ കൂടെ കടക്കുന്നവർ ചുരുക്കം പേരാണ്. അവസാനം ഒരു കാര്യം പറഞ്ഞു, അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ. വാതിൽ കണ്ടെത്തുന്നതിന് ചുരുക്കം എന്നാണ് പറയുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിരാശപ്പെട്ടു പോകാനേ ഉള്ളെന്ന് സാധാരണക്കാർ ചിന്തിക്കും. അല്ല പ്രിയരെ, എത്ര കർശനമാണെന്ന് പറഞ്ഞാലും, എത്ര ഗൗരവമാണെന്ന് പറഞ്ഞാലും, ചുരുക്കം പേര് മാത്രമേ കടക്കുള്ളൂ എന്ന് പറഞ്ഞാലും എനിക്ക് കടന്നേ പറ്റുള്ളൂ. അതിനകത്ത് മാറ്റമൊന്നുമില്ല, വിട്ടുവീഴ്ചകളൊന്നുമില്ല. എൻ്റെ ദൈവം എന്നെ കണ്ടതുകൊണ്ടും എൻ്റെ ദൈവം എന്നെ വിളിച്ചതുകൊണ്ടും ഞാൻ പാപത്തിൽ കഴിഞ്ഞപ്പോൾ എന്നെ സ്നേഹിച്ചതുകൊണ്ടും എൻ്റെ കോടാനുകോടി ബന്ധനങ്ങൾ അഴിച്ചു തന്നതുകൊണ്ടും അവൻ എന്നോട് സ്നേഹമാണ്. അവൻ എന്നെ അവിടെ എത്തിക്കുക തന്നെ ചെയ്യും. പ്രൊവൈഡഡ്. ഒരു കാര്യം, അവൻ്റെ വചനം ഞാൻ അനുസരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവർ, ഈ നിർബന്ധമാണ്. എന്നെക്കുറിച്ച് എല്ലാവരും പറയും ഞാൻ വളരെ കർശനക്കാരനാണെന്ന്. ഒരു വിധത്തിൽ പറഞ്ഞാൽ എൻ്റെ കർശന സ്വഭാവമാണ് എന്നെ ആത്മീയത്തിൽ ഇത്രയും കൊണ്ട് നടത്തിയത്. ലോകപ്രകാരം കർശനമാണ് ശരി, ആത്മീയത്തിൽ ഞാൻ ആ കർശനം ഉപയോഗിച്ചു. ദൈവത്തോടൊരു വാക്ക് പറഞ്ഞത് പാലിക്കണം നിർബന്ധം. സ്വർഗരാജ്യത്തിൽ പോകാൻ ഇങ്ങനെ പറ്റുള്ളൂന്നുകൊണ്ട് അങ്ങനെ തന്നെ, അത് മാറ്റമൊന്നുമില്ല. ദൈവം അതെല്ലാം കർശനമല്ലേ? എവിടെയാണ്? വേദപുസ്തകം തുടങ്ങുമ്പോൾ തൊട്ട് അവൻ്റെ അവസാന കാലം വരെ പറഞ്ഞെല്ലാം വളരെ കർശനമായ കാര്യമാണ്. എന്തുകൊണ്ടാണെന്നറിയാം, എനിക്ക് ആ രഹസ്യം മനസ്സിലായി. അവനെ കർശനക്കാരനായിട്ട് ഞാൻ മുദ്ര കുത്തുന്നില്ല. കാരണം അവൻ കർശനം പറഞ്ഞെങ്കിലും അതവൻ്റെ നീതിയാണ്. അവന് പിശാചുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിശാച് കയറാൻ ഒരിക്കലും അനുവദിക്കരുതെന്നുള്ള നിർബന്ധമുള്ളതാണ് ഈ കർശനം പറയുന്നത്. ഈ കർശനം പറയുമ്പോഴും യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ആ കർശനമായ കാര്യം നടപ്പാക്കാൻ ഞാൻ നിൻ്റെ കൂടെ കഴിയാം. ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. കർത്താവെ പറയുന്നതൊക്കെ സത്യമാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ആളത്തെ ഞാൻ നോക്കുമ്പോൾ, എൻ്റെ പാരമ്പര്യം നോക്കുമ്പോൾ, എൻ്റെ കഴിഞ്ഞകാലം നോക്കുമ്പോൾ, എൻ്റെ വികാരക്ഷോഭമുള്ള ജീവിതകാലം നോക്കുമ്പോൾ എന്നെ കൊണ്ട് ഇത് സാധിക്കുകയില്ല. പിന്നെന്താ പ്രയോജനം? വളരെ ശാന്തനായ ദൈവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മകനെ നീ പറഞ്ഞ സത്യമാണ്, ഞാനൊരു കാര്യം ചെയ്യും, നീ അനുവദിച്ചാൽ നിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ വന്ന് ഈ വചനമൊക്കെയും അനുസരിക്കാൻ ഞാൻ നിനക്ക് കൃപ തരും. എൻ്റെ വാദമെല്ലാം അവിടെ മുടങ്ങി. എനിക്കവിടെ ഒന്നും പറയാനില്ലാണ്ടായിപ്പോയി. നീ കർശനം എന്ന് പറയുന്ന കാര്യം, അസാധ്യം എന്ന് പറയുന്ന കാര്യം ലോകത്തിലെല്ലാവരും എന്നെ തള്ളി പറയുമ്പോൾ നിനക്ക് ഞാൻ സാധിപ്പിച്ചു തരും. നിൻ്റെ ഹൃദയം എനിക്ക് തന്നാൽ മാത്രം മതി, ഞാൻ അവിടെ വരും. എൻ്റെ വചനം അനുസരിപ്പിക്കാൻ ഞാൻ നിൻ്റെ ഹൃദയത്തിൽ വരും. എനിക്കത് ഭയങ്കര വിശ്വാസമായി. അന്ന് മുതലുള്ള അധ്വാനമാണ് ഈ കാലം വരെയും. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. അവൻ വന്നാൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. അവൻ്റെ വചനം അനുസരിക്കാൻ അവന് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ ഇടുക്കുവാതിൽ അവൻ വിശാലമാക്കി തരും. ഞെരുക്കമുള്ള വഴി അവൻ കൂടെ ഇരുന്ന് വിശാലമാക്കി തരും. അനേകരൊന്നും വേണ്ട. എന്തിനാ അനേകരെ? കുറച്ച് പേര്. അല്ല, അവൻ മാത്രം മതി. അവൻ കരം പിടിച്ചാൽ പോരെ? അവൻ കൂടെ നടന്നാൽ പോരെ? നമുക്കൊന്ന് ഞെരുക്കമായിട്ട് തോന്നുമോ? നമുക്ക് പിന്നെ പ്രയാസമായിട്ട് തോന്നുമോ? ഇല്ല പ്രിയരെ, ചുരുക്കം പേര് സ്വർഗരാജ്യത്തെ കടക്കുന്ന സ്ഥാനത്ത് ഞാനും കാണും കർത്താവേ. അതിനാണ് ഞാൻ നിൻ്റെ അടുത്ത് വരുന്നത്. പറയാൻ പറ്റുമോ? എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇതെത്ര പേരിത് മനസ്സിലാക്കുന്നുണ്ട്?
യേശു അസാധ്യമായ കാര്യം സാധിപ്പിച്ചു തരാനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യന് അസാധ്യം തന്നെ, എങ്കിലും ദൈവത്തിന് സകലവും സാധിക്കും. ഈ നല്ല ക്രിസ്തുവിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? തിരക്കിനിടയ്ക്ക്, ഉത്തരവാദിത്തത്തിനിടയ്ക്ക്, ഭാരത്തിനിടയ്ക്ക്, രോഗത്തിനിടയ്ക്ക്, കടബാധ്യതയ്ക്കിടയ്ക്ക് ഈ ശാന്തനായ ക്രിസ്തുവിനെ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അവൻ വരാമെന്ന് പറഞ്ഞു, ഞാനായിട്ട് തടയുമോ? ഇല്ല കർത്താവേ, നിനക്ക് സന്തോഷത്തോടെ എൻ്റെ ഹൃദയത്തിലേക്ക് വരാം. കഴിഞ്ഞ കാലങ്ങൾ എങ്ങനെയായാലും നീ അത് നോക്കിയില്ലല്ലോ, അതൊന്നും എന്നോട് കണക്ക് ചോദിച്ചില്ലല്ലോ, ഒന്നും ചോദിച്ചില്ലല്ലോ. എല്ലാം ക്ഷമിച്ചും വഹിച്ചും സഹിച്ചും ഞാൻ നിൻ്റെ ഹൃദയം വെടിപ്പാക്കി തരാമെന്ന് പറയാൻ ഈ ഭൂമിയിൽ ആർക്ക് കഴിയും? ഞാൻ ഈ ഭൂമിയിൽ അനേകരെ കാണുന്നുണ്ട്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഭാര്യ എന്നൊക്കെ പറയുന്നു. എത്ര പരിമിതമാണ് അവരുടെ സ്നേഹം. എൻ്റെ മക്കളുടെ സ്നേഹം എത്ര പരിമിതമാണ്. അവർക്ക് എന്ത് എൻ്റെ ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ച് ചെയ്യാൻ പറ്റും? കൂട്ടായ്മക്കാരുണ്ട്, ദൈവമക്കളുണ്ട്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ചെയ്യാൻ കഴിയുന്ന ഒരുവനുണ്ട്. പാരമ്പര്യത്തിൻ്റെ ശാപങ്ങളും 3ഉം 4ഉം തലമുറയുള്ള പിതാക്കന്മാരുടെ ശാപങ്ങളെല്ലാം വെട്ടിമാറ്റിത്തരാൻ ഒരുവൻ. സ്തോത്രം. അവൻ വരുന്നത് എന്നെ കഴുകാനാണ്. അവൻ വരുന്നത് എന്നെ വെടിപ്പാക്കാനാണ്. അവൻ വരുന്നത് അവൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കാനാണ്. അവൻ വരുന്നത് എന്നെ ഉയർത്താനാണ്, എൻ്റെ തല ഉയർത്താനാണ്. ഒരു ദൈവം ജീവിക്കുന്നുവെന്നും അവൻ കർത്താവായ യേശുക്രിസ്തുവാണെന്നും അവൻ എൻ്റെ ചങ്കിലേക്ക് വന്നിട്ടുണ്ടെന്നും അവൻ എന്നെ ശാന്തനാക്കിയെന്ന് പറയാൻ എൻ്റെ ദൈവം കൊതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും നാവ് കൊണ്ട് അത് കേൾപ്പാൻ ദൈവത്തിന് കൊതിയുണ്ട്. എൻ്റെ ദൈവം നല്ലവനാണെന്ന് പറയാൻ, ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൽ നിന്ന് പറയുന്നത് കേൾക്കാൻ എൻ്റെ ദൈവം കൊതിയോടെ കാത്തിരിക്കുകയാണ്. എത്ര പേർ അവൻ്റെ വാക്കിന് വില കൊടുക്കും? ദൈവത്തിന് സ്തോത്രം. 1 ദാഹം, 2 നിർബന്ധം. 3ാമത്തെ കാര്യമാണ് മാനസാന്തരം എന്ന് പറഞ്ഞത്. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 1ാമത്തെ വാക്യത്തിൽ പറഞ്ഞ മനോഹരമായൊരു വാക്യമുണ്ട്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ നിങ്ങളുടെ സ്വഭാവം മാറിയേ പറ്റുള്ളൂ. നിങ്ങളുടെ പ്രകൃതം മാറണം. പാരമ്പര്യമായി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ സ്വഭാവം മാറിയേ പറ്റുള്ളൂ. നിങ്ങൾ ശിശു ഹൃദയമുള്ളവരായി മാറണം. നിങ്ങൾക്ക് ഒന്നും വേണ്ട, ഡിപ്പെൻഡൻസ്, ടോട്ടൽ ഡിപ്പെൻഡൻസ്. അതാണ് ശിശു ഹൃദയം എന്ന് പറഞ്ഞൊരു കാര്യം. വേറെ ആവലാദികളൊന്നും അവിടെ കയറില്ല, പരിഭവങ്ങളില്ല, പരാതികളില്ല, ഒന്നും. ഒരു ശിശുവിന് എന്ത് പരാതിയാണ്? ആ ലോകമില്ല, ജഡമില്ല, സ്വയമില്ല, ഒന്നുമില്ല. ശിശു ഹൃദയം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിപ്പെൻഡൻസ്. അതിൻ്റെ അമ്മയോട് ഡിപ്പെൻഡ് ചെയ്തൊരു ജീവിതം. വേറെ എന്താ ഉള്ളതിന്? ആവശ്യത്തിന് അതിന് പാല് വേണം, വിശക്കുമ്പോൾ പാല് വേണം, കിടന്നുറങ്ങണം. ഇതല്ല വേറെ വല്ലതും ഉണ്ടോ? ഇങ്ങനത്തെ ഒരു മാറ്റം പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് വരുമോ എന്നുള്ളതാണ് ലോകം ചോദിക്കുന്നത്. നിക്കോദോമസിന് മനസ്സിലായില്ല. നിക്കോദോമസ് വലിയ ആളാണ്, വലിയ പരിജ്ഞാനമുള്ള ആളാണ്, വലിയ അറിവുള്ള ആളാണ്. ദൈവത്തെക്കുറിച്ച് നല്ല പ്രബന്ധങ്ങൾ എഴുതാനും ഡോക്ടറേറ്റ് കിട്ടാനുള്ള സാധ്യതകളെല്ലാം ഉള്ള മനുഷ്യനാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സാന്തരപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് വീണ്ടും ജനനം, ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം ലഭിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ കടക്കില്ല എന്ന് പറഞ്ഞു. മനസ്സിലായില്ല. ഇന്ന് അനേക ബുദ്ധിജീവികൾക്ക് മനസ്സിലാവില്ല, ഡോക്ടറേറ്റ് ഉള്ളവർക്ക് മനസ്സിലാവില്ല, ആത്മീയ തഴക്കവും പഴക്കമുള്ളവർക്ക് മനസ്സിലാവില്ല. ഞാൻ മാറിയേ പറ്റുള്ളൂ, ഞാൻ ഒരു ശിശുവിനെ പോലെ മാറുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ ഞാൻ കടക്കയില്ല. പിന്നല്ലേ എൻ്റെ വേലയുടെ കാര്യം പറയുന്നത്. എത്ര പേർക്ക് ഈ വചനം ഗൗരവമായിട്ട് ചിന്തിക്കുന്നുണ്ട്? എനിക്കൊരു മാറ്റം വരണം, എൻ്റെ പ്രകൃതം മാറണം, എൻ്റെ സ്വഭാവം മാറണം, എൻ്റെ ചിന്താഗതി മാറണം, എൻ്റെ കാഴ്ചപ്പാട് മാറണം. ക്രിസ്തുവിനോട് ചേരാൻ വേണ്ടി എന്തൊക്കെ വിടണോ അതൊക്കെ എനിക്ക് വിട്ടേ പറ്റുള്ളൂ. സ്വയമായി വിടാൻ പറ്റില്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലണം. കർത്താവിനോട് പറയണം, കർത്താവേ, ഇതൊക്കെ തടസ്സമാണ്, ഇതൊക്കെ പിശാചിൻ്റെ അവകാശമുള്ള കാര്യങ്ങളാണ്, ഇതെന്നെ മാറ്റി തന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ആത്മാവ് നശിക്കും. ഞാൻ കർത്താവിനോട് എപ്പോഴും പറയുന്നത്, കർത്താവേ, എൻ്റെ മരണക്കിടക്ക എങ്ങനെയായിരിക്കും? കടന്നുപോയ പല പിതാക്കന്മാരുടെയും അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് പ്രയാസവും ഞെട്ടലൊക്കെ ഉണ്ട്. പക്ഷേ എന്നോട് വാക്ക് പറഞ്ഞ ഒരാളുണ്ട്, ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാമെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അതാണ് എൻ്റെ ഉറപ്പ്. ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം. നിനക്ക് കുറവുണ്ട്, എനിക്കറിയാം. അതാണ് നിൻ്റെ യോഗ്യത. നിൻ്റെ കുറവ് നീ സമ്മതിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നതാണ് ഞാൻ നിന്നെ യോഗ്യനാക്കിയാൽ കാണുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏറെ കുറവുള്ളൊരു മനുഷ്യനാണ് ഞാൻ. ഏത് രീതിയിൽ നോക്കിയാൽ എനിക്കറിയാം. പക്ഷേ ആ കുറവിന് പരിഹാരം ക്രിസ്തുവിൻ്റെ കാഴ്ചവീട്ടിലാണ് ഞാൻ കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവനെന്നെ മാനിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. എനിക്ക് എന്നെക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്നറിയാം. യാതൊരു യോഗ്യതയില്ല, യാതൊരു പാരമ്പര്യം ഒന്നും പറയാനില്ല. പക്ഷെ കുറവായി വരുന്നവനെ ഒരു കാലത്തും തള്ളിക്കളയുന്നവനല്ല കർത്താവായ യേശു. തകർന്നും നുറുങ്ങിയുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ല. എന്താ തകർന്ന് കറിയെന്ന് പറയുന്നത്? വലിയൊരു ചുമട് വെച്ചിട്ടുണ്ട്. ഇത് ഓർക്കം ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയത്തില്ല കർത്താവേ. ആ സ്വയം നിസ്സഹായാവസ്ഥ. 2
ദൈവത്തിലുള്ള ആശ്രയം. ഇതാണ് തകർന്ന ഹൃദയം എന്ന് പറയുന്നത്. എനിക്കറിയാം എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലെന്നറിയാം. എന്നാൽ എന്നെ സാധിപ്പിച്ചു തരുന്ന ഒരുവനുണ്ട്, ആ ഡിപ്പെൻഡൻസ്. ഇത് രണ്ടും കൂടാണ് തകർന്ന ഹൃദയം എന്ന് പറയും. എനിക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ലോകത്തിലേക്ക് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ലോകം അത് നശിക്കാനുള്ളതാണ്, തീ കൊണ്ട് വെന്തുരുകാനുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തിന് നമ്മൾ ഗവൺമെൻറ്റിന് കരം കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ്റിനാണ് സ്ഥലമെന്നാണ് പറയുന്നത്. ശരി, സമ്മതിച്ചു. എന്താ, സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട് ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണെന്ന്. അത് വിശ്വാസമുണ്ട് എത്ര ആർക്കെങ്കിലും? ഈ ഭൂമിക്ക് വേണ്ടി മല്ലിടുന്ന ഓരോ സഹോദരങ്ങളെ കർത്താവ് തീക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ ഭൂമിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഓടി നടക്കുന്നത്. നിലനിൽക്കുകയില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, എൻ്റെ അറ്റാച്ച്മെൻറ്റ് എത്രമാത്രം ഉണ്ട്, ഞാൻ ഏതിനു വേണ്ടി അധ്വാനിക്കുന്നു, പാടുപെടുന്നു, പണിയുന്നു. നമുക്കറിയാം, ഒരു മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിന് 17-ാമത്തെ വാക്യത്തിലെ വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട്. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. അങ്ങനെ പകർന്നാൽ എന്ത് സംഭവിക്കും? തുരുത്തിയും പോവും, വീഞ്ഞും പോവും. കോടിത്തുണി കണ്ടം പഴയതിനോട് ചേർത്ത് തുന്നുമാറില്ല, തുന്നിയാൽ ചീന്തൽ വലുതാവും. ഇതൊക്കെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇതെങ്ങനെ വരുന്നു? എൻ്റെ ആളത്വം പഴയതാണോ? ഒരിക്കലും ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയില്ല, സ്ഥിരമായി വസിക്കുകയില്ല. അത്യാവശ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥന കേട്ടെന്നിരിക്കും, ചില കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവം തന്നെന്നിരിക്കും. അതൊക്കെ ദൈവത്തിൻ്റെ കരുണയും കൃപയാണ്. സ്ഥിരമായി നമ്മളിൽ വസിക്കുമോ? ഇതാണ് വിഷയം. ദൈവം സ്വർഗസിംഹാസനം വിട്ട് ഈ താഴെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കുമോ? അതിനുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രൂപാന്തരം കിട്ടുകയില്ല. രൂപാന്തരം ഉണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷെ താൽക്കാലിക ഒരു പ്രശ്നം വരട്ടെ, അന്നേരം താഴ്പോവും. ഈ മാനസാന്തരം നമുക്ക് ടോട്ടൽ ചേഞ്ച് ദൈവം തരാൻ തയ്യാറാവുമ്പോൾ നാം എന്തിനു ഭാരപ്പെടണം? അടി തൊട്ട് മുടി വരെയും പുതിയ സൃഷ്ടിയാക്കാൻ അവൻ്റെ ആത്മാവ് ഇറങ്ങാമെന്ന് പറയുമ്പോൾ നാം എന്തിനു പേടിക്കണം? നമുക്കൊരുത്തമാത്രം മാത്രമേ ഉള്ളൂ, ഇന്ന കാര്യത്തിൽ ഞാൻ ഇന്നും പഴയ മനുഷ്യനാണല്ലോ കർത്താവേ, ഇന്ന സംഭവം വന്നപ്പോൾ എൻ്റെ പഴയ മനുഷ്യൻ പൊങ്ങിയല്ലോ കർത്താവേ, എൻ്റെ ആളത്വത്തിലെ അടിമനസ്സിലെ രൂപാന്തരം വന്നിട്ടില്ലല്ലോ കർത്താവേ, ആഴത്തിലേക്ക് നിൻ്റെ ആത്മാവിനെ ഇറക്കണമേ, ആഴത്തിലേക്ക് നിൻ്റെ രക്തത്തളിപ്പ് തരണമേ, നിൻ്റെ ശക്തി എൻ്റെ മേലെ വ്യാപരിക്കണമേ കർത്താവേ എന്ന് നിലവിളിക്കാൻ എത്ര പേരുണ്ട്? 4-ാമത്തെ കാര്യമാണ്, തൻ്റെ ജീവനെ കളഞ്ഞാൽ നിത്യജീവൻ കണ്ടെത്തും. കർത്താവിൻ്റെ ഏറ്റവും വലിയ ഗൗരവമേറിയ ഒരു കാര്യമാണ്, എന്നെക്കാളധികം അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ മക്കളെയോ പ്രിയപ്പെടുന്നവന് എനിക്ക് യോഗ്യനല്ല. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ എനിക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ സത്യമാണ് പ്രിയരെ, എൻ്റെ സ്നേഹം അങ്ങോട്ട് പോകാൻ പാടില്ല. നമ്മളെല്ലാം സ്നേഹം ആഗ്രഹിക്കുന്നവരാണ്. ഭാര്യയുടെ സ്നേഹം ആഗ്രഹിക്കും, മക്കളുടെ സ്നേഹം ആഗ്രഹിക്കും, സമൂഹത്തിൻ്റെ സ്നേഹം ആഗ്രഹിക്കും, ഫ്രണ്ട്സിൻ്റെ സ്നേഹം ആഗ്രഹിക്കും, കൂട്ടായ്മയിലെ ദൈവക്കളുടെ സ്നേഹം ആഗ്രഹിക്കും. പാടില്ലെന്ന് പറഞ്ഞ് നിൻ്റെ സ്നേഹം എനിക്ക് മാത്രം. അതിനെല്ലാം കാരണമുണ്ട്. അതൊന്നും വിശദീകരിക്കാൻ ഇപ്പം എനിക്ക് പറ്റില്ല. എൻ്റെ സ്നേഹം അത് കർത്താവിനുള്ളതാണ്. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ഒഴികെ ഒരു ദൈവവും പാടില്ല എന്ന്. ഞാൻ ഒഴികെ നിനക്ക് സ്നേഹിക്കാനും ആരും ഉണ്ടാവാൻ പാടില്ല. എന്നിൽ കൂടെയുള്ള സ്നേഹം മതി നിനക്ക്. എത്ര സുന്ദരമാണെന്നറിയാമോ? എത്ര സന്തോഷമാണെന്നറിയാമോ? എത്ര സമാധാനമാണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പറ്റുക, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം അങ്ങനെ കത്തിജ്വലിക്കുക. അവിടെ പറഞ്ഞുകൊണ്ട് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കാത്തവനും യോഗ്യനല്ല. ഇതൊക്കെ എത്ര കട്ടിയുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ആർക്കും ഡൈലൂട്ട് ചെയ്യാം. തലമുറകൾ കഴിഞ്ഞാലും സയൻസ് എത്ര ഡെവലപ്പ് ചെയ്താലും ഈ വചനത്തൊന്നും ഒരു മാറ്റവും ഇല്ല. തൻ്റെ ക്രൂശ്, തനിക്ക് ദൈവം വെച്ചിരിക്കുന്ന ഓരോ സാഹചര്യങ്ങൾ പ്രതികൂലങ്ങളായിരിക്കാം, കഷ്ടതകളായിരിക്കാം, രോഗങ്ങളായിരിക്കാം, കടബാധ്യതകളായിരിക്കാം, എന്തൊക്കെ വന്നാലും ശരി, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞാൻ പുറകോട്ട് പോവുകയില്ല. എനിക്കെൻ്റെ യേശു മതി. നീ എൻ്റെ ഹൃദയം വിട്ട് പോകരുത്. സാഹചര്യങ്ങൾ വരട്ടെ, എന്നെ രൂപാന്തരപ്പെടുത്താനും ശുദ്ധീകരിക്കുവാനും എനിക്ക് പാപവും തരാനൊക്കെ ആയിരിക്കും. ഒരിക്കലും അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. തൻ്റെ ജീവനെ കളഞ്ഞവൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു, എൻ്റെ നുകമേറ്റുകൊണ്ട് നിങ്ങൾ എന്നോടുകൂടി പഠിക്കണം. ഞാൻ നിങ്ങൾക്കൊരു നുകം വെച്ച് തരും. ആ നുകത്തിൻ്റെ കീഴിൽ നിങ്ങൾക്ക് നിബന്ധനകളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, തോന്നിവാസം ജീവിക്കാനുള്ളതല്ല ക്രിസ്ത്യ ജീവിതം. കർത്താവിൻ്റെ വചനപ്രകാരം അവൻ്റെ ആത്മാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. എനിക്ക് മനസ്സാണോ? കർത്താവേ, സന്തോഷമാണ്, നീ തരുന്ന നുകം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. 6-ാമത്തെ കാര്യമാണ് സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുക. ഈ ഭൂമി ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും ഈ ലോകത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നവർ കാണും. നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി,
ഒരു പ്രശ്നം വരുത്താതെ ഉപയോഗിക്കാൻ വേണ്ടി നിക്ഷേപം സ്വരൂപിക്കും നമ്മളെല്ലാവരും. മനുഷ്യപ്രകൃതവും അങ്ങനെ തന്നെയാണ്. കർത്താവ് പറയുന്ന പോലെ ഭൂമിയിലല്ല നിക്ഷേപിക്കേണ്ടത്. കള്ളൻ തുരന്ന് മോഷ്ടിക്കുകയും തുരുമ്പ് പിടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. ഇതെല്ലാം അല്പകാലത്തെ ജീവിതത്തേക്കേ ഉള്ളൂ നിൻ്റെ നിക്ഷേപം എന്ന് പറഞ്ഞ്. എന്നാൽ കള്ളൻ തുരന്ന് മോഷ്ടിക്കാത്തതും പുഴു തൊടാത്തതും തുരുമ്പ് പിടിക്കാത്തതുമായ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുകയും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അത്. മത്തായിയുടെ സുവിശേഷം 13:44 ഒരു നിധിയുടെ കാര്യം പറയുന്നുണ്ട്. വയലിൽ ഒളിച്ചു വെച്ച നിധി. ഒരു മനുഷ്യൻ അത് കണ്ടു, മറച്ചു വെച്ചു. ഒരു വാക്കോടെ പറയുന്നുണ്ട്, സന്തോഷത്താൽ തനിക്കുള്ള എല്ലാം വിറ്റു. നിധി കിട്ടിയിട്ടല്ല, നിധി കണ്ടതേ ഉള്ളൂ. നിധി കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സന്തോഷത്താൽ, ഈ സന്തോഷം ആര് തരുന്നതാണ്? നിധി അവൻ തരുന്നതാണ്. അതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ സന്തോഷത്താൽ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കിയാൽ, വിടുക എന്ന് പറയുന്നത് സന്തോഷമാണോ? കയ്യിലുള്ളത് വിടുക എന്ന് പറയുന്ന സന്തോഷമാണോ? ആർക്ക് വേണ്ടിയാണ്? സ്വർഗരാജ്യത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി വിട്ടുപിരിയാൻ മനസ്സാണോ? ഇതൊക്കെ പറയാമെന്നല്ലാതെ അനുഭവിക്കാതെ ആർക്കിതും മനസ്സിലാകില്ല. പ്രിയവരെ, നമ്മൾ എത്ര അനുഭവിച്ചാലും അനുഭവം മറ്റുള്ളവരോട് പറയാമെന്നല്ലാതെ അവർക്കത് കിട്ടിയില്ല എന്ത് പ്രയോജനം? നിങ്ങൾ ഇരിക്കണം. ഞാനാണ് പറഞ്ഞത്, അവസാനത്തെ കാര്യമാണ് കാത്തിരിക്കുക. ഒന്നും മനസ്സിലായി. ഞാൻ പഠിച്ചൊരു കാര്യം അതാണ്. ഞാൻ ചില ദൈവവേദങ്ങളുടെ കാര്യം വർഷങ്ങൾക്ക് മുമ്പ്, 2-3 കൊല്ലത്തിന് മുമ്പ് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, ഇന്ന വ്യക്തികളൊക്കെ സ്വർഗത്തിൽ പോകും, എൻ്റെ കാഴ്ചപ്പാടാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ പോവില്ലല്ലോ. അവർ സ്വർഗത്തിൽ പോയെന്നുള്ളതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? ഞാൻ ഈ കൂട്ടായ്മയെ ചേർന്ന് നടന്നു, സ്വർഗത്തിൽ പോയില്ലേ എന്താ പ്രയോജനം? ദൈവമക്കളുടെ കൂടെ നടക്കുന്നു, സ്വർഗത്തിൽ പോയില്ലേ എന്ത് പ്രയോജനം? അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് നിന്നെ കാണാനൊരു ഭാഗ്യം എനിക്ക് തരണം. വ്യക്തിപരമായിട്ട്, ആരുമായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ല. എനിക്ക് നിന്നെ കാണണം. എങ്ങനെ കാണും? ജഡിയ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ആത്മകണ്ണ് എനിക്ക് തുറന്നു തരണം. 2, എനിക്ക് നിൻ്റെ സാന്നിധ്യം വേണം. എവിടെയാണേലും, ഈ പകൽക്കാല ജീവിതത്തിൽ എവിടെയാണേലും, രാത്രി കിടന്നുറങ്ങുമ്പോഴാണേലും തിരു സാന്നിധ്യം എനിക്ക് വേണം. തെറ്റില്ലെന്ന് ദൈവം പറയുമോ? പറയും, മോനെ ഇന്ന കാര്യം നിൻ്റെ ജീവിതത്തിലുണ്ട്, അത് പിശാച് അവകാശം പറയുന്ന കാര്യമാണ്, എനിക്കിതിനെ തരാൻ പറ്റില്ല, നീ അത് യാത്ര പറയണം. യാത്ര പറയാൻ മനസ്സാകണമെന്നേ. വിലപ്പെട്ട നിധിക്ക് വേണ്ടി അത് യാത്ര പറയാൻ മനസ്സില്ലേ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേകർക്കത് മനസ്സിലാകാത്തൊരു കാര്യമാണ്. സാരമില്ല, ദൈവസേനയെ ചെന്ന് കർത്താവ് മനസ്സിലാക്കി തരും. കർത്താവ്, എൻ്റെ കുറവ് എന്തൊക്കെയാണ്? എന്നെ നോക്കി ദുഃഖിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ വിട്ടുപിരിയേണ്ടത്? നീ എനിക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങൾ വ്യക്തമായി അപ്പോൾ തന്നെ ഞാൻ വെട്ടി എറിഞ്ഞു കൊള്ളാം. ദൈവത്തോട് വാക്ക് പറയാൻ മനസ്സുള്ളത് എത്ര പേരുണ്ട്? ചുളിവിലെ സ്വർഗത്തിൽ കിടക്കാൻ ആഗ്രഹിക്കുകയാണ് ഓരോരുത്തരും. കിട്ടില്ല. കൂട്ടായ്മയെ കയറി കടന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ പറ്റൂ? ഇല്ല. കൂട്ടായ്മയിലെ വേലയിൽ സജീവമായാൽ സ്വർഗത്തിൽ പോകാൻ പറ്റൂ? ഇല്ല. അങ്ങനൊരു പ്രൊവിഷൻ വേദവസ്തു പറയുന്നില്ല. പിശാച് ഓരോ മനുഷ്യനെയും ഡൈവേർട്ട് ചെയ്യുകയാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം ജീവിക്കുന്നതിൽ നിന്ന് കടകവിരുദ്ധമായിട്ട് ഒരു ചെറിയ ഡീവിയേഷൻ കൊടുത്ത് നടത്തുകയാണ്. കൂട്ടായ്മയിലെ കാര്യത്തിനകത്ത് സജീവമായിട്ട് ആത്മാർത്ഥമായിട്ട് രാവും പകലും ഇല്ലാണ്ട് അധ്വാനിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന എവിടെ പറഞ്ഞിട്ടുണ്ട്? അങ്ങനെ ഒരു വഴിയില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ നീ ദൈവത്തിൻ്റെതായി തീരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് ആലോചന പറഞ്ഞു തരും. എന്തൊക്കെ വേല എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആലോചന തരും. അത് മാത്രമേ ദൈവം അംഗീകരിക്കുള്ളൂ. തെറ്റിപ്പോകല്ലേ പ്രിയപ്പെട്ടവരെ. വചനം, തെറ്റിപ്പോകാത്ത വചനമുണ്ട്. നൂറ്റാണ്ടുകളായി വേദപുസ്തകത്തിലെ വചനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. തടസ്സങ്ങളെല്ലാം ദൈവം മാറ്റിത്തരും. കാത്തിരുന്നാൽ തീർച്ചയായിട്ടും ശക്തി കിട്ടും. ദൈവത്തിന് സ്തോത്രം. പിതാവിൻ്റെ വാക്തത്തിനായി കാത്തിരിക്കാനാണ് കർത്താവ് പറഞ്ഞത്. പ്രിയരെ, ഒരു അവസരം ദൈവം തന്നിരിക്കുകയാണ്. നിങ്ങളനുസരിക്കുമോ? ദൈവനാമം മാത്രം മഹത്വപ്പെടാനിടയാകട്ടെ.